കാണാമോ? സ്ക്രീൻ ഷെയർ കാണാമല്ലോ? കാണാം. ഓക്കെ. അപ്പം ഇന്നലെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ കുറച്ച് ഫേസസ്, സ്റ്റാർട്ടിങ് റിക്വയർമെന്റ് ഗ്യാതറിംഗ്, പ്ലാനിങ്, ഡിസൈൻ, പിന്നെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് നോക്കാം. ഇംപ്ലിമെന്റേഷൻ ബേസിക്കലി ഡെവലപ്മെന്റ് ടീം തന്നെയാണ് അത് കോഡിംഗ് കാര്യങ്ങൾ എഴുതിയിട്ട് ഫങ്ഷനാലിറ്റി റെഡി ടു ടെസ്റ്റ് ആക്കാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഓരോ റിക്വയർമെന്റ്സ് നമ്മുടെ കയ്യിൽ ഒരു ജിറയുടെ രൂപത്തിലാണ് വരുന്നത്. ഒരു ജിറ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റിക്വയർമെന്റ് റെഡി ടു ടെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റസിൽ ആക്കി തരും. അപ്പൊ ഞാൻ അതിന്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് സോറി. ബേസിക്കലി ഒരു ജിറ ബോർഡിന്റെ അകത്ത് ഇതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണിക്കാം. പക്ഷെ ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് പറഞ്ഞു തരാന്ന് വെച്ചായിരുന്നു. പ്രോപ്പർ ഇമേജ് കാണിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇത് ആക്ച്വലി ഇച്ചിരൂടെ സൂം ചെയ്ത് കാണിക്കാൻ തന്നെ. എപ്പോഴും ക്ലാരിറ്റി അത്രയും കാണത്തില്ല അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിറ ബോർഡിൽ ഓരോ റിക്വയർമെന്റ് നമ്മുടെ കയ്യിൽ വരുമ്പം ഇവിടെ ഓരോ സ്റ്റേറ്റസ് കാണിക്കും. റെഡി ടു ടെസ്റ്റ് അല്ലെങ്കിൽ റെഡി ഫോർ, ഇത് ടെസ്റ്റിങ്ങിന്റെ ആണ്. അപ്പൊ അതുപോലെ റെഡി ഇൻ ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഫേസസിലാണ്. റെഡി ഫോർ റിവ്യൂ, നമ്മുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്ത ഒരു സംഭവമാണ് റെഡി ഫോർ റിവ്യൂ. അതുപോലെ റെഡി ഫോർ റിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ കഴിഞ്ഞിട്ട് ഇനി ആപ്ലിക്കേഷൻ റിലീസിന് കൊടുക്കാൻ പോവാണ്. അപ്പം ഇൻ പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ടീം വർക്ക് ചെയ്യുവാണ് അതില്, വർക്ക് ഇൻ പ്രോഗ്രസ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്റ്റേറ്റസ് ഇവിടെ ഓരോന്നിന് ഈ ഒരു ഡീറ്റെയിൽ, ഐ മീൻ ഈ ഒരു ചെറിയ ടാസ്ക് ബോക്സ് ആണ്. അപ്പൊ ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ജിറയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ എന്ത് മാത്രം വർക്ക് ചെയ്തു കഴിഞ്ഞു. അത് ഞാൻ ജിറ ബോർഡ് എടുക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഇതാണ് ഒരു ജിറ ബോർഡിൽ നമ്മൾ സ്റ്റേറ്റസ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് അവർ സ്റ്റേറ്റസ് മാറ്റിയിട്ട് ഇൻ ക്യു എ കഴിഞ്ഞിട്ട് റെഡി ഫോർ റിവ്യൂ കഴിഞ്ഞിട്ട് റെഡി ഫോർ റിലീസ്, അങ്ങനെ ഓരോ സ്റ്റേറ്റസസ് മാറിയിട്ട് ഫൈനലി ഡൺ ഓർ കംപ്ലീറ്റഡ് സ്റ്റേറ്റസ് ആവും. അപ്പം അതാണ് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റസ് മൂവ്മെന്റ് പറഞ്ഞത്. ഡെവലപ്മെന്റിന്റെ അകത്ത് തന്നെ കോഡിങ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ കോഡ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് റിഡണ്ടന്റ് കോഡ്സ് ഐ മീൻ ഒരു പീസ് ഓഫ് കോഡ് കാണും, അത് എങ്ങും കോഡിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കോഡ് കാണാൻ പാടില്ല. ക്ലീൻ, യൂസർ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. ഇതെല്ലാം ഡെവലപ്പേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഈ ഡെവലപ്പേഴ്സ് ഓരോ ബിൽഡ് തരുമ്പം അതിന് വേർഷൻ ഉണ്ട്. ഇപ്പം ബിൽഡ് 1.1, അതിന് അടുത്ത റിലീസ് അതിന് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് റിലീസ് വരുന്നത് 1.2.
ഓൺ ഡേറ്റ് 2nd September എന്ന് പറഞ്ഞ് അവര് ഓരോ വേർഷൻസ് റിലീസ് ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ ഒരു സെൻട്രൽ റെപ്പോസിറ്ററി ആണ്. ആ റെപ്പോസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വേർഷൻ കൺട്രോൾസ് മാനേജ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്, ഒരു ഗിറ്റ് ഹബ് പോലെ ആയിരിക്കും. ഒരു സെൻട്രൽ സ്ഥലം, ഒരു റെപ്പോസിറ്ററി എന്ന് പറയും. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ആ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ഫോണിനകത്താണെങ്കിൽ ഫോൺ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് ആ സ്ക്രീൻ UI ഒക്കെ കണ്ട് അതിന്റെ വാലിഡേഷൻസ് ചെയ്യുന്നതാണ് വേർഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്പേഴ്സ് തന്നെ അവർ കോഡ് ചെയ്ത സംഭവം അവർ തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കും, എങ്ങനെയുണ്ട്, അത് കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ എറർ മെസ്സേജ് എനിക്ക് കാണുന്നുണ്ടോ, എന്തെങ്കിലും എറർ പോപ്പപ്പ് വരുന്നുണ്ടോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് അവർ തന്നെ ഡെവലപ്പേഴ്സ് തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആണ് SDLCയുടെ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. അപ്പം ഈ യൂഷ്വലി ബിസിനസ് അനലിസ്റ്റ് ഇവർ തന്നെ ആയിരിക്കും ഡെവലപ്മെന്റ് ടീമിന്റെ അപ്രൂവൽ മേടിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം QAനോട് കൺവേ ചെയ്യുന്നത് ഈ ഒരു റിക്വയർമെന്റ് നമ്മുടെ, അല്ലെങ്കിൽ ഈ ഒരു ജിറ ID, യൂഷ്വലി ഓരോ റിക്വയർമെന്റിനെ ജിറ ID വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ജിറ ID ടെസ്റ്റിംഗിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ വാലിഡേഷൻ പ്രോഗ്രസ് ചെയ്യുക. ഇതാണ് എൻഡ് ഡേറ്റ്. ഈ എൻഡ് ഡേറ്റിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ആക്റ്റീവ് ഫീഡ്ബാക്ക് എടുക്കുന്നത് ബിസിനസ് അനലിസ്റ്റ് ആണ്. പിന്നെ പ്ലസ് എന്തെങ്കിലും റോഡ് ബ്ലോക്കേഴ്സ് ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ഈ ടെസ്റ്റിംഗ് ഫേസിൽ തന്നെ, ടെസ്റ്റിംഗ് ഫേസ് മാത്രമല്ല, ഓരോ ഫേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് ഈ ബിസിനസ് അനലിസ്റ്റ് ആണ്. അവര് they'll be the responsible people to get the team out of that blocker issue. So they'll communicate with the stakeholders or the product owners. Product owners എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബേസിക്കലി നമ്മുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ഒരാളാണ് ഈ പ്രൊഡക്റ്റ് ഓണർ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ പറയാം. അപ്പം അവര് ഈ നമ്മുടെ റിക്വയർമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമാണ് പ്രൊഡക്റ്റ് ഓണർ. അപ്പം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്സ് മേടിച്ച് നമ്മുടെ ടെസ്റ്റിംഗ് ടീം ബ്ലോക്ക്ഡ് ആണ്, ഇന്ന കാരണം കൊണ്ട് ബ്ലോക്ക്ഡ് ആണ്, മേ ബി സപ്പോസ് അവരുടെ വെബ്സൈറ്റ് ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന കാരണം അവർക്ക് മറ്റേ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എന്ത് ടൈപ്പ് ഓഫ് ഇഷ്യൂ, ഒരു ബ്ലോക്കർ ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിൽ നെക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ they'll be the people for communicating it to the client. അപ്പം and they'll revert back to the corresponding teams, be it testing team or be it development team, with the appropriate resolution. Either you just work around like this, or for now you just keep the issue on, or the Jira ID on hold, and you can proceed with the further Jiras or something. Anything that the like the team discusses and finalize, that has to be brought back to the corresponding teams. Like idana finalized ആയ സ്റ്റേറ്റ്മെന്റ് ഫ്രം ക്ലയന്റ്. ഇങ്ങനെയാണ് നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവരാണ് നമുക്ക് ഇൻപുട്സ് തരുന്നത്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ഫേസ് ഓഫ് ടെസ്റ്റിംഗ് എന്തായിരിക്കുമെന്ന്? എഴുതിയ കോഡ് ടെസ്റ്റ് ചെയ്യുന്നതല്ലേ, നമ്മൾ റൺ ചെയ്ത് അതിനകത്ത് ബഗ്ഗുകൾ ഉണ്ടോ നോക്കുക. കേൾക്കുന്നില്ല കേട്ടോ ജോബി, ഒന്ന് ഇച്ചിരൂടെ ഒന്ന് പോയി. അതായത് നമ്മൾ ബഗ്സ് ഉണ്ടോ നോക്കുക. അത് തന്നെ. നമുക്കൊരു ആപ്ലിക്കേഷൻ എറർ ഉണ്ടോ, അത് തന്നെ. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ, എനിക്ക് ബാങ്കിങ് ആപ്ലിക്കേഷൻ, എനിക്ക് ലോഗിൻ ചെയ്തിട്ട് എനിക്ക് യൂസർ പ്രൊഫൈലിന്റെ അകത്ത് എനിക്ക് വ്യൂ ബാലൻസിന്റെ ഒരു ഓപ്ഷന്റെ അകത്ത് എനിക്ക് ബാലൻസ് കാണിക്കുന്നില്ല. അവിടെ ഒരു എറർ മെസ്സേജ് വരുവാണ്, ദി സിസ്റ്റം ഇസ് അണ്ടർ മെയിൻ്റെനൻസ്. അപ്പൊ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും, നമ്മളൊരു കസ്റ്റമർ കെയറിനെ വിളിച്ച്, അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക്
കറക്റ്റ് ബാലൻസ് അല്ല കാണിക്കുന്നത്, എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ ടെസ്റ്റിംഗ് ടീം ബേസിക്കലി എല്ലാ ആപ്ലിക്കേഷന്റെ ഫുൾ ഫങ്ഷനാലിറ്റി വാലിഡേഷന് റെസ്പോൺസിബിൾ ആയ ഒരു ടീമാണ്. അപ്പം ഇവർക്കറിയാതെ ഒരു ഇഷ്യൂ പോയാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇഷ്യൂ മിസ്സായി കഴിഞ്ഞ് അടുത്ത ഫേസിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രോജക്റ്റിന് തന്നെ വലിയ ലോസ് ഉണ്ടാക്കും. ക്ലയന്റിന് ഈ കമ്പനി തിരിച്ചു പൈസ കൊടുക്കേണ്ട അവസ്ഥ വരും. ടെസ്റ്റിംഗ് ടീമിന്റെ കയ്യിൽ നിന്ന് മേജർ ഇഷ്യൂസ് ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കസ്റ്റമേഴ്സ് ഓർ ദ ക്ലയൻസ് അവർക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ടെസ്റ്റിംഗ് ടീം ഹാസ് ടു ബി പ്രോ ആക്റ്റീവ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഇഷ്യൂസ് ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പം അവർ ആ ഫങ്ഷനാലിറ്റി വാലിഡേഷൻ നോക്കും. അവർക്ക് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് ഓർ ടെസ്റ്റ് കേസ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പം ഈ ഡോക്യുമെന്റ്സിന്റെ അകത്ത് സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഒരു ലോഗിൻ ഫീച്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് കേസ് എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇത് അവരുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിനനുസരിച്ചാണ് അവർ ആ ടെസ്റ്റ് ഫീച്ചേഴ്സ് ഫങ്ഷനാലിറ്റീസ് വാലിഡേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ന്യൂ മെമ്പർ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്യുമ്പം അയാൾക്ക് he'll be blank out, like എന്താണ് ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഈ ടെസ്റ്റ് കേസ് ഡോക്യുമെന്റ്സ് അവർ വായിക്കും. അപ്പം ഇത് ഒരു ടെസ്റ്റ് കേസ് ആണ്. ഇതൊരു ഫുൾ ടെസ്റ്റ് കേസ് ഒരു ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് കേസ് ഐ ഡി കാണും, ഒരു TC ലോഗിൻ. ഇതിപ്പോ ഫുൾ ലോഗിന്റെ ആയതുകൊണ്ട് TC ലോഗിൻ 1. അപ്പം അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് സിനാരിയോ, വെരിഫൈ ദ ലോഗിൻ ഓഫ് സൈറ്റ്, പിന്നെ ടെസ്റ്റ് കേസ് എന്താണ്, വാലിഡേറ്റ് എൻ്റർ യൂസർ നെയിം പാസ്വേഡ്, അങ്ങനെ പിന്നെ പ്രീ കണ്ടീഷൻ ഒരു വാലിഡ് യൂസർ കാണണം, എന്നാലേ അതിന്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന്റെ സ്റ്റെപ്സ്, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു വെരി ബേസിക് ടെസ്റ്റ് കേസ് ആണ്. ലോഗിൻ സക്സസ്ഫുൾ. ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരു ഡോക്യുമെന്റ് കാണും നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ കയ്യിൽ. അത് വെച്ചിട്ടാണ് അവർ ഈ ഫങ്ഷനാലിറ്റി വാലിഡേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ക്രോസ് കോൺട്രഡിക്റ്റിംഗ് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ they'll raise a bug in the appropriate defect management tool. ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ അകത്ത് ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ടൂൾ കാണും. സപ്പോസ് പല ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. ഇപ്പം HPQC, ജിറ, അതുപോലെ തന്നെ പിന്നെ പിന്നെ ടെസ്റ്റ് റെയിൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് നമുക്ക് ഈ ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. അപ്പം ശരിക്കും ബിസിനസ് അനലിസ്റ്റ് ഈ ഓരോ ടെസ്റ്റ് മാനേജ്മെന്റ് ടൂൾസിന്റെ അകത്തൂടെ ട്രാവൽ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അതും കാണിച്ചു തരാം. നമ്മുടെ ഇൻ കേസ് ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രൊജക്ട് ഇപ്പൊ അവരുടെ ഒരു ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് ഒന്നുകൂടെ പറയാമോ ജോബി? നമ്മളിപ്പം ഒരു ഇൻ കേസിലെ നമ്മളിപ്പോ ഒരു പ്രൊജക്ട് അവരുടെ ഒരു ഡെഡ് ലൈനിൽ ഇത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിലോ? അങ്ങനെ പല കേസസിലും പറ്റാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ഇന്റിമേറ്റ് ചെയ്യരുത് ക്ലയന്റിനോട്. ഇത് നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ഓവറോൾ ഒരു ടെസ്റ്റ് നമുക്കൊരു മാനേജ്മെന്റ് ടൂൾ വേണം. അപ്പൊ ഞാനിപ്പം നിങ്ങൾക്ക് അതിന്റെ ആക്ച്വലി സിലബസ് ഇല്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുവാണ്. അപ്പം ഒരു ശരിക്കും നമുക്ക് ആസ് എ ടീം ത്രൂ ഔട്ട് ഇപ്പം
ഇപ്പം ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിലും ടെസ്റ്റേഴ്സ് ആണെങ്കിലും ഡെവലപ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്ക് എൻഡ് ടീം ആണെങ്കിലും എല്ലാവർക്കും ഒരു കോമൺ ഒരു ടൂൾ കാണും. അതിൻ്റെ അകത്തായിരിക്കും അവർ ഡിഫക്ട്സ് ലോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് അനലൈസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ എല്ലാ പ്രൊജക്റ്റിലും ഉണ്ട്. മോസ്റ്റ്ലി പ്രൊജക്ട്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അവർക്ക് പ്രോജക്റ്റിന്റെ മാനേജ്മെന്റ്, പ്രോജക്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇനി എത്രത്തോളം പെൻഡിങ് ഉണ്ട് ടാസ്ക്, ഇനിയും ലൈക്ക് ബാക്ക്ലോഗ്സ്, അത് സ്ക്രമ്മിന്റെ ബേസിക്കലി. അപ്പം കൈൻഡ് ഓഫ് ഇതാണ്. കാണാമോ? ഇച്ചിരി അപ്പം ഇത് ജസ്റ്റ് ടാസ്ക് ബാർ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് കേസ് ആഡ് ചെയ്യാനും, ഇതൊരു ടെസ്റ്റ് സൂട്ട് എന്ന് പറയാം. അപ്പം മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ് ഇതിൻ്റെ അകത്ത് കാണും. ആഡിങ് ന്യൂ ഓഥർ ആൻഡ് ബുക്ക് ഇതൊക്കെ വിട്ടുവരും. നമുക്ക് ഇത്ര ടെസ്റ്റ് കേസസ് ആണ് യൂഷ്വലി അവർ ഒരു ടീമിന്റെ കയ്യിൽ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ഇത്രയും ടെസ്റ്റ് കേസസ് അവർ എക്സിക്യൂട്ട് ചെയ്തു. അതിൽ കുറച്ച് ഫങ്ഷണാലിറ്റി ഈസ് നോട്ട് മാച്ചിങ് ഇറ്റ്സ് എക്സ്പെക്ടഡ് റിസൾട്ട്, സോ ദേ മാർക്ക് ഇറ്റ് ആസ് ഫെയിൽഡ്. Some of the test cases, they are working as expected, so they moved it to pass status. Some of them cannot be executed because of some other issue is blocking the current validation. Because the ability to edit existing author name എനിക്ക് എഡിറ്റ് ചെയ്യണം ഒരു ബുക്കിന്റെ. സപ്പോസ് ഞാനൊരു ചങ്ക് ഓഫ് ബുക്സിനെ മാനേജ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എൻ്റെ എങ്കിൽ, അപ്പൊ ഒരു ബുക്കിന്റെ എനിക്ക് ഓഥറിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ബേസിക്കലി ഒരു ആഡിങ് ആൻഡ് എഡിറ്റ് ഓഥർ ഇറ്റ് സെൽഫ്, ആ ഫീച്ചർ ഇറ്റ് സെൽഫ് വർക്കിംഗ് അല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ബുക്കിന്റെ എക്സിസ്റ്റിംഗ് ഓഥറിനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ കാരണം ഈ ഒരു ടെസ്റ്റ് കേസ് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റസിലിടും. കോഷൻ നമുക്ക് ഉള്ളതല്ല. നോറൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെസ്റ്റ് കേസസ് നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടില്ല, ഇനി ഇത് ചെയ്യാനുണ്ട് ടെസ്റ്റിംഗ് ടീം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ടീം ഇതിനെ എടുത്തിട്ടില്ല. അങ്ങനെ ഓണർ ആരാണ്, ഏത് ടീമാണ്, ഏത് പേഴ്സൺ ആണ് റെസ്പോൺസിബിൾ ഫോർ എ പെർട്ടിക്കുലർ ടെസ്റ്റ് കേസ്, ഇതെന്നാണ് എക്സിക്യൂട്ട് ചെയ്തത്, പിന്നെ റെഡി ഫോർ ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് അപ്രൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ ജിറ അപ്രൂവ് ആയി, ഇനി നമുക്ക് അതിന് വർക്ക് ചെയ്താൽ മതി. ഡെവലപ്മെന്റ് ടീം അത് എടുക്കണം, അതുപോലെ ടെസ്റ്റേഴ്സ് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് പറഞ്ഞ്. അങ്ങനത്തെ സ്റ്റേറ്റസ് ആണ് അപ്രൂവ്ഡിൽ കിടക്കുന്നത്. ബാക്കി റെഡി ഫോർ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടെസ്റ്റേഴ്സിനെ എടുത്ത് അങ്ങോട്ട് ഡയറക്ട്ലി വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പം എന്ത് ടൈപ്പ് ഓഫ് ഫങ്ഷണാലിറ്റിയാ, അതൊരു ആപ്ലിക്കേഷന്റെ ഡയറക്റ്റ് നമുക്ക് കയറി ഒരു സ്ക്രീൻ വാലിഡേറ്റ് ചെയ്യാം, അതിന്റെ ഒരു ഫങ്ഷണാലിറ്റി വാലിഡേറ്റ് ചെയ്താൽ മതിയോ, അതോ ഒരു ഫുൾ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെക്ക്ഔട്ട് സിനാരിയോ. ചെക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ അകത്ത് ഞാൻ ലോഗിൻ ചെയ്യണം. ഇപ്പൊ എനിക്ക് ഗസ്റ്റ് യൂസർ ആയിട്ടും ചെയ്യാൻ പറ്റും, നോർമൽ രജിസ്റ്റേർഡ് യൂസർ ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ചെക്ക്ഔട്ട് സിനാരിയോ ആണെങ്കിൽ അതൊരു രണ്ട് ടൈപ്പ്, ഒരു ബിഗ് സിനാരിയോ. അപ്പൊ അതിനെ എനിക്ക് ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ് ഇതിൻ്റെ അകത്ത് വരും, ഈ ഒരു ടെസ്റ്റ് സിനാരിയോയ്ക്ക് അകത്ത് തന്നെ. അപ്പം അതൊരു വാസ്റ്റ് സിനാരിയോ ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാണ് ബേസിക്കലി ഒരു ബോർഡ്, ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഒരു ബോർഡ്. അപ്പം എത്ര പെർസെന്റേജ് എക്സിക്യൂഷൻ ആയി, ഇതാണ് ഫുൾ പ്രൊജക്റ്റിന്റെ സൈക്കിൾ എങ്കിൽ this much percentage, 30% is passed, 10% is failed and remaining is no run. So this is blue color means not covered. ഇത് നമ്മൾ എടുത്തിട്ടില്ല. Sorry, this much percentage is no run, this much I mean the project is yet to take up these tasks or requirements. അപ്പം മേ ബി BRD കാണും, നമ്മൾ ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് കാണും, ബട്ട് അത് അനലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഡെവലപ്മെന്റ് ഡിസൈനും അനാലിസിസും ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെയായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഓവറോൾ ഒരു ടീമിന്റെ ഒരു പ്രോജക്റ്റിന്റെ നമുക്ക് സ്റ്റേറ്റസ് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്, ഒരു ബോർഡിന്റെ അകത്ത്. അപ്പം
ശരിക്കും ഇപ്പം നമുക്കൊരു പ്രോജക്റ്റ് ആ ടൈമിന്റെ ഉള്ളിൽ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നേരത്തെ അത് ബിസിനസ് അനലിസ്റ്റ് തന്നെ നമ്മുടെ ക്ലയൻസിനെ അപ്ഡേറ്റ് ചെയ്യണം. ലൈക്ക് അതൊരു ഡെയിലി ബേസിസിലായിരിക്കണം. അത് സ്ലോ, ഐ മീൻ ഓൾ ഓഫ് എ സഡൻ ഒരു സൈറ്റ് ക്രാഷ് ആണെങ്കിൽ, ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അത് കാരണം നമുക്ക് ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് എക്സ്പെക്ടഡ്. അതുകൊണ്ട് അത് നമുക്ക് ഡയറക്ട്ലി ക്ലയന്റിനോട് റിപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ദിസ് വാസ് ദ സപ്പോർട്ട്, ലൈക്ക് this might impact on the expected deadline, so we'll have to extend the timelines as well for the team to accommodate the remaining changes, or whatever. അങ്ങനെ പറഞ്ഞ് നമുക്ക് ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാം. ബട്ട് ഇഫ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഫോർസീൻ, നമ്മൾ കാണാത്ത ഒരു ഇഷ്യൂ, ഇപ്പം സപ്പോസ് ഒരു വേർഷൻ അപ്ഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്തു, ഒരു ബാക്ക് എൻഡ് അപ്ഡേറ്റ് ചെയ്തു, ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തു, എന്ത് കാരണത്തിനാണെങ്കിലും ഒരു സിസ്റ്റം ഇസ് നോട്ട് റെസ്പോണ്ടിങ് ആസ് ഇറ്റ് ഹാസ് ടു, ഒരു അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പോകുന്നില്ല, അതിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അധികം ഇഫേർട്ട് വേണ്ടി വരുന്നു, അപ്പം നമ്മൾ ഇതിനെ ഒരു റിസ്ക് ആയിട്ട് കാണുന്നു. അപ്പം സോ ദിസ് ഇസ് അഗൈൻ എ കോൾ ഔട്ട് ദാറ്റ് ബിസിനസ് അനലിസ്റ്റ് ഹാസ് ടു ഇൻഫോം ദ ക്ലയന്റ്. ലൈക്ക് ഇത് ഈ ഒരു ചേഞ്ച് കാരണം, ഈ ഒരു ഇമ്പാക്ട് കാരണം നമ്മുടെ പ്രൊജക്ടിന് ഡെഡ് ലൈൻസ് എക്സ്റ്റെൻഡ് ആവാം. So all these communications has to be prompt, and ഒരു ബിസിനസ് അനലിസ്റ്റിന് ഒരു മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം. ഐ മീൻ വെദർ എനി ഇഷ്യൂ ഓർ എനി ഒരു ബ്ലോക്കർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണെങ്കിൽ, can it impact the project like in this sprint or ഈ ഒരു ടൈമിനുള്ളിൽ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അപ്പം അത് ജസ്റ്റ് ഒരു വൺ ലൈനർ ആണെങ്കിലും ഇൻഫോം ചെയ്തേക്കണം. ഇന്ന ബ്ലോക്കർ ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് 5 ബ്ലോക്കർ ഇഷ്യൂസ് ഉണ്ട്, ഇന്നത്തെ ദിവസം ഇത്രയും കണ്ടുപിടിച്ചു. അപ്പം സോ ലെറ്റ് ദ ടീം കം ഔട്ട് വിത്ത് ദി സൊല്യൂഷൻ. വി വിൽ സീ 1 or 2 days. അത് നമുക്ക് 1 or 2 ഡേയ്സിന് ഇത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓർ ഇഫ് ഇറ്റ്സ് ടേക്കിംഗ് മോർ ദാൻ ദി എക്സ്പെക്ടഡ് ഡേറ്റ്, ദെൻ ഇറ്റ് മൈറ്റ് ഇമ്പാക്ട് ദ പ്രോജക്ട് ഡെലിവറബിൾസ്, ദ ടൈം ലൈൻസ് എന്ന് പറഞ്ഞൊരു ഹെഡ്സപ്പ് കൊടുക്കണം ക്ലയന്റിന്. അതാണ്. ഐ ഹോപ്പ് ദ ഡൗട്ട് ക്ലാരിഫൈ ആയെന്ന് തോന്നുന്നു ജോബിയുടെ. ഓക്കെ. പിന്നെ ജസ്റ്റ് ടെസ്റ്റിംഗ് ടീം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ടെസ്റ്റിംഗ് അവർ ഫംഗ്ഷനാലിറ്റി വാലിഡേറ്റ് ചെയ്യുന്നു, ബഗ്സ് റേസ് ചെയ്യുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്, അത് നമുക്ക് ലേറ്റർ ഫേസസിൽ കവർ ചെയ്യാം. പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡയറക്ട്ലി ഒരു ഫംഗ്ഷനാലിറ്റി അല്ല നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഒരു വ്യൂ മൈ ലോൺ സ്ക്രീൻ നോക്കുമ്പം അതിന്റെ അകത്ത് എനിക്ക് കാണേണ്ട സ്ക്രീൻ ഡീറ്റെയിൽസ് കാണുന്നില്ല, അതൊരു എൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ്. ആൻഡ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ ലോഡിങ് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അതൊരു പെർഫോമൻസ് ഇഷ്യൂ ആണ്. ഇറ്റ്സ് ടേക്കിംഗ് മോർ ദാൻ ദി എക്സ്പെക്ടഡ് ടൈം ഫോർ ദ യൂസർ ടു ലോഗ് ഇൻ ടു ദി ആപ്ലിക്കേഷൻ, ആൻഡ് ഇറ്റ് ആക്ച്വലി ഗിവിംഗ് എ ബാഡ് റിമാർക്ക് ടു ദി ആപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ്. സോ അതൊരു പെർഫോമൻസ് ഇഷ്യൂ ആണ്. ആ പെർഫോമൻസ് ഇഷ്യൂ കാരണം കസ്റ്റമേഴ്സ് മൈറ്റ് ബാക്ക് ഔട്ട് യൂസിങ് ദറ്റ് ആപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ്. അപ്പം അങ്ങനത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് എൻ്റെ ആപ്ലിക്കേഷൻ, ഐ മീൻ എൻ്റെ ക്രെഡൻഷ്യൽസ്, എൻ്റെ കസ്റ്റമർ ഡേറ്റ, ഇതൊക്കെ സേഫ് അല്ല എങ്കിലും അത് പെർഫോമൻസ് ഇഷ്യൂവിനെ ബാധിക്കും. അത് ഓവറോൾ ഒരു ആപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ് അതിനെ ബാധിക്കും. അതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്, അതിപ്പോ നമുക്ക് അധികം അങ്ങോട്ട് നോക്കണ്ട. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റിംഗിന്റെ അകത്ത് നമുക്ക് ത്രെറ്റ്, നമ്മുടെ OTP കറക്റ്റ് ഫോൺ നമ്പറിലേക്കാണോ പോകുന്നത്, നമുക്ക് ഇപ്പം എക്സ്പെക്ടഡ് എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർ വി ഗെറ്റിംഗ് ഇനഫ് നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഓൾ. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് വാലിഡേഷൻസ് ആണ് ഈ സെക്യൂരിറ്റി ടെസ്റ്റിംഗിൽ. കൂടുതൽ ഡേറ്റ റിലേറ്റഡ് വാലിഡേഷൻസ് ആണ്. ജസ്റ്റ് ഞാൻ ഇൻഫർമേഷന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഓവറോൾ ടെസ്റ്റിംഗ് ടീം ആയിരിക്കും, ദേ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദിസ് തിങ്, ടെസ്റ്റിംഗ് ഫേസ്. ആൻഡ് ലേറ്റർ കംസ് ദ ഡിപ്ലോയ്മെന്റ്. സോ ഡിപ്ലോയ്മെന്റ് ഫേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇനി റെഡി ടു ഡിപ്ലോയ് ആണ്. റെഡി ടു ഡിപ്ലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുവരെ ഉള്ളത് എല്ലാ ഫേസസും കഴിഞ്ഞിട്ട് ഇനി ആപ്ലിക്കേഷൻ ഓക്കെ, the client we are giving the client that heads up, hey look, all the
given requirements in the BRD has been covered, and this is now well enough for further steps. അപ്പം ഇതിന് ഡിപ്ലോയ്മെന്റിന് ഓരോ ഫേസസ് കാണും. അതിനെ പറയുന്നത് ഒരു എൻവയൺമെന്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, ഡെവലപ്പർ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ലോവർ എൻവയൺമെന്റിലായിരിക്കും. May or they might be testing in a lower environment, they might not be. It depends upon the project. So അതുപോലെ ഒരു ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റിംഗ് എൻവയൺമെന്റിലായിരിക്കും. അതിന് സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ടെസ്റ്റിംഗ് എന്ന് പറയും, SIT. ഓർ ഓരോ പ്രൊജക്ടിനും ഓരോ നെയിം. ബേസിക്കലി നമ്മൾ പറയുന്നത് SIT ആണ്. അപ്പം ആ ഒരു ഫേസ് കഴിയുമ്പം അടുത്തത് നമ്മൾ UAT എന്ന് പറയും, യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അപ്പൊ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിന്റെ അകത്താണ് നമ്മൾ ആക്ച്വൽ എൻഡ് യൂസേഴ്സ് ആണ് ഇനി വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പം ഒരു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ബ്രൗസറിന് ഒരു ബീറ്റ വേർഷൻ വരുന്നത് പോലെ തന്നെ ഒരു ആപ്ലിക്കേഷന് ഒരു സെറ്റ് ഓഫ് യൂസേഴ്സ്, ഒരു സെറ്റ് ഓഫ് വേർഷൻ, ഒരു സെറ്റ് ഓഫ് ഏരിയ, ഒരു ലൊക്കാലിറ്റി, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എന്താണ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റോൾ ഔട്ട് ചെയ്യുന്നത് ബിഫോർ ഡൂയിങ് എ ബൾക്ക് അപ്ഡേറ്റ്, അങ്ങനത്തെ ചെയ്യുന്നതിനെയാണ് deployment. That's a minor deployment. That's also called as a UAT phase. അപ്പം ഇതിൻ്റെ അകത്ത് പയ്യെ നമ്മളത് ആ ചേഞ്ചസ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ചെയ്ത് നോക്കും. ഇഫ് ദേ ഫീൽ that there aren't any big issues that are popping up, then they'll be good enough to do the required configurations for setting up the higher environment. Actual real-time world റിയൽ ടൈം കോൺഫിഗറേഷൻസ് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷൻസിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് ഓരോ കോൺഫിഗറേഷൻസ് കാണും. ഐ മീൻ ഇപ്പം ഈ ഒരു എൻവയൺമെന്റിന്റെ അകത്ത് ഇപ്പൊ വെബ്സൈറ്റിന്റെ URL തന്നെ വേറെ ആയിരിക്കും. ആ URL കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവർ പല കാര്യങ്ങൾ വരും ഈ കോൺഫിഗറേഷൻ്റെ അകത്ത്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്യും. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ നോളജ് ബേസിന് നല്ലതാണ്. അപ്പം ഓരോ ഫേസസ്, ഇപ്പൊ യൂസർ സപ്പോർട്ട്, ഇപ്പം നമ്മൾ ഡിപ്ലോയ്മെന്റിൽ തന്നെ ഇപ്പം കുറെ യൂസേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ആമസോണിൽ തന്നെ ഒരു ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞു വരത്തില്ലേ, അപ്പൊ അന്നത്തെ ദിവസം തന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആർ ഗോയിങ് ടു യൂസ് ദറ്റ് ആപ്ലിക്കേഷൻ. സോ customer support, they'll have to actively sit and do the customer support thing. അപ്പം അങ്ങനത്തെ ഒരു സംഭവം കൂടി ശരിക്കും അവിടെയും ചെറിയൊരു ഡിപ്ലോയ്മെന്റ് നടക്കുന്നുണ്ട്. കാരണം അവരൊരു ലോവർ ഫേസിൽ ഈ ഒരു ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരൊരു ബൾക്ക് ഒരു ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ് ആ ഒരു ദിവസത്തേക്ക് ഈ സാധനങ്ങൾ പുഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് വേണ്ടി വരും. അതിൻ്റെ അകത്ത് ആ ടീം ഇനഫ് കേപ്പബിൾ ആയിരിക്കണം ടു സപ്പോർട്ട് ദ ടീം വാട്ട് എവർ ഇഷ്യൂസ് ദേ ആർ ഫേസിംഗ് വിത്ത്. അത് ഐ ഹോപ്പ് ടിൽ നൗ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ അല്ലേ? ഡിപ്ലോയ്മെന്റ് വരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ഫേസ്. മെയിൻ്റനൻസ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നൗ ദ ഹെഡേക്ക് ഈസ് ഔട്ട് ഓഫ് ദ കമ്പനി. ഇനി മെയിൻ്റനൻസ് ചെയ്യുന്നത് നമ്മുടെ ക്ലയന്റ് സൈഡാണ്. ഈ മെയിൻ്റനൻസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഗുഡ് ആണ്, അത് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. അതിൽ പല ചേഞ്ചസും സപ്പോർട്ടും കാര്യങ്ങളും ഒരു മെയിൻ്റനൻസ് ഫേസിൽ വരും. അപ്പം ചെറിയ മൈനർ ചേഞ്ചസ് ആണെങ്കിൽ വലിയ ചേഞ്ചസ് വരില്ല. ചെറിയ മൈന്യൂട്ട് ചേഞ്ചസോ അപ്ഡേറ്റ്സോ അതൊക്കെ വരുന്നത് അത് നമ്മുടെ ക്ലയന്റ് ടീം അവർ തന്നെയായിരിക്കും നോക്കുന്നത്. അപ്പം അതിനൊരു വേറെ ടീം ഉണ്ട് ക്ലയന്റിന്റെ സൈഡിൽ തന്നെ. യൂഷ്വലി ദ കമ്പനി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ്, except this is everything is owned up by a single company doing the development testing, but otherwise the client is responsible for the maintenance work. എന്ത് യൂസർ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സും അപ്ഗ്രേഡ്സും ഒക്കെ മാനേജ് ചെയ്യാം. അത് ഫുൾ അങ്ങനെ
കമ്പനി തന്നെയാണ്, ഐ മീൻ ദ ക്ലയന്റ് തന്നെയാണ് നോക്കി നടത്തുന്നത്. പിന്നെ കോർ സെക്ഷൻസ് ഓഫ് ബേസിക് റിക്വയർമെന്റ് ഡോക്യുമെന്റ്. ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റിന്റെ നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സിങ് എന്ന ഒരു ടേം വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം IN സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റിന്റെ ബിസിനസ് റിക്വയർമെന്റ്, ഇപ്പൊ ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റിനെ എങ്ങനെയാണ് നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് എങ്ങനെ ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാന്നാണ്. അപ്പം ആദ്യത്തെ പോർഷൻ്റെ അകത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡിങ്, എന്താണ് നമുക്ക് ആ ഒരു ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് എന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈസിലി റീഡബിൾ, അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ് ഷുഡ് ബി ക്രിസ്പ് ആൻഡ് ക്ലിയർ, ഓൾ ദ ഡീറ്റെയിൽസ് ഷുഡ് ബി വെൽ ഫേർണിഷ്ഡ്. അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡിങ്സ് ആണ് ഫസ്റ്റ് പോർഷൻ. Second is details of features. What exactly is the requirement going to be implemented on top of the current application? അപ്പം അത് ആ ഡീറ്റെയിൽസ് ഓഫ് ഫീച്ചേഴ്സ് ആണ് നമ്മൾക്ക് ഡിക്കകത്ത് പറയുന്നത്. പിന്നെ E സ്റ്റാൻഡ്സ് ഫോർ എക്സിക്യൂഷൻ ആൻഡ് യൂസ് കേസ് ഡയഗ്രാം. അപ്പം എക്സിക്യൂഷൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, ബേസിക്കലി ഈ ഫീച്ചേഴ്സ് ഒക്കെ വേണം, അത് ഇംപ്ലിമെന്റഡ് ആണോ, ഇത്രയും കാര്യങ്ങൾ ബേസിക് എനിക്ക് വേണം, ഇൻ സ്കോപ്പ് ആണ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എനിക്കിത് ഔട്ട്പുട്ടിൽ വേണം, അതാണ് എക്സിക്യൂഷൻ ഫേസിൽ പറയുന്നത്. പിന്നെ യൂസ് കേസ് ഡയഗ്രാം. യൂസ് കേസ് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇപ്പം താഴെയുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. How this application and an end user is interacting in a diagrammatic representation. അതാണ് യൂസ് കേസ് ഡയഗ്രാം. പിന്നെ acceptance criteria and user stories. Acceptance criteria എന്ന് പറയുന്നത്, ഞാനിപ്പം ഈ ഒരു ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്നർ റിക്വയർമെന്റ് ആണ്, എൻ്റെ ആപ്ലിക്കേഷനിൽ എനിക്ക് എനിക്ക് 10 items എൻ്റെ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് കാണണം. അപ്പം എൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇതായിരിക്കും. എൻ്റെ ഫേവറേറ്റ്സ് ബട്ടൺ, എൻ്റെ ഫേവറേറ്റ്സ് ഫങ്ഷനാലിറ്റിക്കകത്ത് എൻ്റെ എല്ലാ ഐറ്റംസും അതവിടെ കാണണം. പിന്നെ ഇപ്പം സപ്പോസ് ആ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യുമ്പം എനിക്ക് മേജർ ഇഷ്യൂസ്, ഇപ്പം സപ്പോസ് റിയൽ ടൈം പ്രോജക്ട്സിലൊക്കെ ഇപ്പം ലൈക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ജിറയ്ക്കകത്ത് തന്നെ നമ്മൾ ടെസ്റ്റേഴ്സ് ഡിഫെക്ട്സ് ലോഗ് ചെയ്യുമല്ലോ. അപ്പം ഡിഫെക്ട്സ് കൗണ്ട് 20 ആണെന്ന് വെച്ചോ. ഇപ്പം ഒരു റിലീസിനോട് അടുത്തടുപ്പിച്ച് നിൽക്കുകയാണ്, ആ ഡേറ്റ് ആയി, പക്ഷെ ഇതുവരെ നമുക്ക് ഇത്ര ഓപ്പൺ ഇഷ്യൂസ് 20 ഓപ്പൺ ഇഷ്യൂസ് ഉണ്ട്. അത് ഇതുവരെയും ഡെവലപ്മെന്റ് ടീം അത് അനലൈസ് ചെയ്ത് ഫിക്സ് വരുന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ നമുക്കത് ആ റിലീസ് ഡേറ്റിനുള്ളിൽ തന്നെ പുഷ് ചെയ്യണം എന്നാണെങ്കിൽ, അപ്പം അവര് ഈ 20 ഓപ്പൺ ഇഷ്യൂസിനെ എടുത്തു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് മേജർ ഇഷ്യൂസ് അവർ പറയും, ഓക്കെ 2 മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ 0 മേജർ ഇഷ്യൂസ് ആവാൻ പാടുള്ളൂ, ബാക്കി റിമൈനിങ് ഇറ്റ് ക്യാൻ ബി മീഡിയം, ഇറ്റ് ക്യാൻ ബി ലോ, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നെഗോഷ്യബിൾ, ബട്ട് ഐ വോണ്ട് 0 മേജർ ഡിഫെക്ട്സ് ബൈ ദ ടൈം ഓഫ് ദിസ് റിലീസ് എന്ന് പറഞ്ഞ് അവരൊരു ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ വെക്കുവാണെങ്കിൽ നമ്മള് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്താണ്, എന്ത് ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റെഡി ഫോർ റിലീസ് സ്കോപ്പ് ആയി എന്ന് പറഞ്ഞ് അതിന്റെ മാനദണ്ഡം എന്താണെന്ന് അവരോട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. അതാണ് ഈ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ യൂസർ സ്റ്റോറീസ് നമ്മൾ ഈ ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റിന്റെ അകത്തുനിന്ന് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ ക്ലയന്റിന് കൊടുത്തു കഴിയുമ്പോൾ, basically business analyst only creates this business requirement document, and once it is given to the client, they'll create user stories out of this business requirement document. Basically the client may or may not have a technical knowledge about these functionalities. അതിന്റെ ഉള്ളിലുള്ള technical details അവർക്ക് അറിയില്ലായിരിക്കും, but they want the outcome as like this.
എന്ന് പറഞ്ഞ ഒരു യൂസർ സ്റ്റോറി അവർ ക്രിയേറ്റ് ചെയ്യും. ഈ യൂസർ സ്റ്റോറിയുടെ മേളിലായിരിക്കും നമ്മൾ ആസ് എ ടീം വിൽ ബി വർക്കിംഗ് ഓൺ ടോപ്പ് ഓഫ് ദീസ് യൂസർ സ്റ്റോറീസ്. ഓക്കെ, ചെറിയ ഒരു ഐഡിയ മനസ്സിലായോ? ബേസിക് നമ്മുടെ BRDക്കകത്ത് എന്തെല്ലാം ഡീറ്റെയിൽസ് വേണമെന്ന് മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പം ഫസ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡിങ്. അപ്പം എൻ്റെ കയ്യിലൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഇത് ടെംപ്ലേറ്റ്, ഞാൻ ഇതിന്റെ ഈ ഡോക്യുമെന്റിന്റെ അകത്ത് തന്നെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടുണ്ട്, താഴോട്ടായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിനെ തന്നെയാണ് ഞാൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് അപ്പം ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്. ശരിക്കും ഐഡിയലി ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റേഷൻ ഏകദേശം ഞാൻ ഈ എടുത്തിരുന്ന ഈ സാമ്പിൾ ടെംപ്ലേറ്റിനെ പോലെ ഇരിക്കും, ഇങ്ങനെയായിരിക്കും. ഐഡിയലി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ പ്രോജക്റ്റിനും അവരുടേതായ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ദേ വിൽ ഫോളോ ദാറ്റ്. സോ ഇറ്റ് മൈറ്റ് ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോജക്ട് വി ഗെറ്റ് ഇൻ ടു. സോ പ്രോജക്ട് ഡീറ്റെയിൽസ്. അപ്പം പ്രോജക്ട് ഡീറ്റെയിൽസ്, പ്രോജക്റ്റിന്റെ നെയിം ബേസിക്കലി ഇപ്പം കമ്പനിയുടെ പേര്, ഇപ്പം നമുക്ക് ആഡിഡാസ് ആണെങ്കിൽ പ്രോജക്ട് നെയിം വിൽ ബി ആഡിഡാസ്. പിന്നെ ആഡിഡാസ് ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ആസ് എ എൻഡ് യൂസർ what do we mean by this Adidas project for that company. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസിന്റെ അകത്ത് സമ്മറി ആയിട്ട് അവർ പറയും, ചെറിയൊരു സമ്മറി. പിന്നെ ആരാണ് ഈ ഒരു BRD ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തത്, ആ ക്രിയേറ്ററിന്റെ പേര്, document number. It's not necessary to be there, but I don't know, some companies might follow that. So നമുക്കത് ഇത് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഡോക്യുമെന്റ് നമ്പർ, ഡേറ്റ്, എന്നാണ് നമ്മൾ ആ ഡോക്യുമെന്റ് ഫൈനലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഡേറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഒരു വേർഷൻ നമ്പർ. അപ്പം വി ക്യാൻ ആഡ് കോൺട്രാക്ട് പോലാണോ ഇത്? കോൺട്രാക്ട് കൈൻഡ് ഓഫ് എന്ന് പറയാം, കാരണം ഇതിന്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്യും. എന്നാണ് ഇത് സബ്മിഷൻ ഡേറ്റ്, എത്ര മാസത്തിനുള്ളിലാണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് എനിക്ക് ഇതിന്റെ അകത്ത് വേണ്ടത് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബിസിനസ് റിക്വയർമെന്റ്. ഈ ഡോക്യുമെന്റ് നമ്മൾ കഴിഞ്ഞ് ഇതിപ്പം ഡെവലപ്പർ ടീമിന്റെ ഇപ്പൊ ഇവർക്ക് അതിന് ചേഞ്ചസ് വരുത്തണമെങ്കിലും ഇപ്പൊ നമ്മുടെ ക്ലയന്റ് പറയാം എനിക്ക് ഇങ്ങനെ വേണ്ട, എനിക്ക് വേറെ മതി എന്ന് പറഞ്ഞാലോ? അതിനാണ് ഈ വേർഷൻ നമ്പർ നമുക്ക് വരുന്നത്. ബേസിക്കലി വലിയ ചേഞ്ച് ആണെങ്കിലാണ് ഈ വേർഷൻ നമ്പർ വരുന്നത്. അല്ലെങ്കിൽ ഈ BRDക്കകത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ, മേ ബി ഇത്രയും പോർഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ആ ചേഞ്ച് എന്താണെന്ന് എനിക്ക് ഇവിടെ അവിടെ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് റിയലി എ ബിഗ് ചേഞ്ച്, അത് നമുക്ക് ഒരു വേർഷൻ നമ്പർ കൊടുത്തിട്ട് അടുത്ത ഇതാണ് അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ, ഇതാണ് അതിന്റെ അപ്ഡേറ്റഡ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വേർഷൻ നമ്പർ കൊടുക്കാം. ഓക്കെ, പിന്നെ ബേസിക്കലി നമുക്ക് യൂഷ്വലി നമ്മൾ ഈ ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു ചേഞ്ച്, ഇത്രയും പോർഷൻ ഓഫ് ചേഞ്ച് എനിക്കിപ്പം അവരാദ്യം ഉദ്ദേശിച്ചത് ഇതായിരിക്കും, പക്ഷെ അത് ടെക്നിക്കലി ഫീസിബിൾ അല്ല എങ്കിൽ അത് നമുക്കൊരു അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഹൈലൈറ്റർ ഇട്ടിട്ട് നമുക്ക് ആരാണ് ഈ ചേഞ്ച് സജസ്റ്റ് ചെയ്തത്, പിന്നെ ആരാണ് ഈ ചേഞ്ച് റൈറ്റ് ചെയ്യുന്നത്, ആളുടെ പേര് ഇന്ന ഡേറ്റിൽ എന്ന് പറഞ്ഞ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കും. അപ്പൊ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്യുമെന്റിന്റെ അകത്ത് കാണാൻ പറ്റും, ഇന്ന ഡേറ്റിൽ ഇന്ന ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രോജക്ട് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് ആ ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റിനോട് അത് വെച്ച് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രോജക്റ്റിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്, എന്താണ് ഇപ്പോഴത്തെ എന്റെ കറന്റ് പ്രോസസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ആ ഒരു ആപ്ലിക്കേഷന്റെ ഫങ്ഷനാലിറ്റി ഇന്നതാണ്, ദിസ് ഇസ് ഗെറ്റിംഗ് ചേഞ്ച് ടു ദിസ് എന്ന് പറഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ. അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളൊരു അപ്ഡേറ്റ് അവിടെ വരും, ആ ഒരു ഇൻഫർമേഷൻ അവിടെ വരും.
പിന്നെ പ്ലസ് നമുക്ക് എന്തെങ്കിലും റിസ്ക് അല്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് നമുക്ക് ഫുള്ളി അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഒരു പ്രോജക്റ്റ് എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ബുക്ക് മാർക്ക് ചെയ്ത് അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന്റെ റിസ്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. ചിലപ്പം ഇപ്പം സ്കിൽ സെറ്റ് ആണെങ്കിൽ നമുക്ക് റിക്വയർഡ് സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പ്രോജക്റ്റിൽ അൺഎക്സ്പെക്റ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് റിസ്ക് വരും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയണം, പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത്. പിന്നെ സ്കോപ്പ്. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സ്കോപ്പ് ഐറ്റംസ് ആൻഡ് ഔട്ട് ഓഫ് സ്കോപ്പ് ഐറ്റംസ് നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം സ്റ്റാർട്ട് ഓഫ് പ്രോജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഐറ്റംസ് ഇപ്പം ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഐറ്റം നമ്പർ 1 വിൽ ബി ദ ഹയർ പ്രയോറിറ്റി. അപ്പം എനിക്ക് യൂസർ പ്രൊഫൈൽ വേണം, ആ സ്ക്രീൻ വേണം. പിന്നെ എനിക്ക് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റണം. പിന്നെ എനിക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വേണം. ഇന്നെന്ന് പറഞ്ഞ് ഞാൻ ഇൻ സ്കോപ്പ് ഐറ്റംസ് അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഔട്ട് ഓഫ് സ്കോപ്പ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതിനെ പറ്റി എനിക്ക് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല, ഇത്രയും കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ പ്രൊജക്ട് സ്കോപ്പിന്റെ അകത്ത് പറയുന്നത്. പിന്നെ ബിസിനസ് ഡ്രൈവേഴ്സ്. ബിസിനസ് ഡ്രൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ചേഞ്ച് എന്തിനാണ് വേണ്ടതെന്ന് ഒരു ഒരു 1 ലൈനർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയണം. ഈ ഒരു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു 1 ലൈനർ നമ്മൾ മെൻഷൻ ചെയ്യണം ബിസിനസ് ഡ്രൈവേഴ്സിൻ്റെ അകത്ത്. പിന്നെ യൂഷ്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രോജക്റ്റിന്റെ അകത്ത് ഒരു ഓട്ടോമേഷൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു AI ഇംപ്ലിമെന്റഡ് ടൂൾസ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇമ്പാക്ട് മൈ കോസ്റ്റ് സേവിങ്. എനിക്ക് $10 എനിക്ക് $20 to $30 എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? In one 20 to 30 അല്ല, maybe more than that in a quarter or whatever given time space-നകത്ത് എനിക്ക് ഇത്രയും ഡോളേഴ്സ് സേവ് ചെയ്യാൻ പറ്റും, which will give a higher impact by the end of 6 months or something. അങ്ങനെ ഒരു ബിഗർ പിക്ചർ നമ്മൾ ഇവിടെ കൊടുക്കണം. എന്താണ് ഈ ഒരു ചേഞ്ച് കൊണ്ട് എന്ത് എഫിഷ്യൻസിയാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ചേഞ്ച്, ഈ ഒരു റിക്വയർമെന്റ്, അത് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ പ്രസന്റ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ് പ്രോസസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ, ഇപ്പോഴത്തെ കറന്റ് ഫ്ലോ അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോഴത്തെ സിസ്റ്റം എന്താണ് വേഴ്സസ് എന്താണ് നമ്മൾ മാറ്റാൻ പോകുന്നത്, അത് നമ്മൾ പ്രോജക്ട് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കും. അങ്ങനെ അത് ഇവിടെ തന്നെ ഉണ്ട്. പ്രസന്റ് പ്രോസസ്, ഇപ്പോഴത്തെ പ്രോസസ് എന്താണ്, അതിന്റെ മേളിൽ ഞാൻ എന്ത് ചേഞ്ച് ആണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു BRD വെച്ചിട്ട്. Everything should be in plain English and easy to understand, easy to comprehend. Any person should be able to understand the document. It should be as simple as that. Proposed process വലിയ കോംപ്ലക്സ് ഇംഗ്ലീഷ് അല്ലെങ്കിലും കുറച്ച് നമുക്ക് ഫ്ലോ ചാർട്ട്സ് കൊണ്ടും കുറച്ച് അങ്ങനെ വിഷ്വലി നമുക്ക് മനസ്സിലാകാൻ പറ്റിയ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണെങ്കിലും നമുക്ക് ആ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാം. 1 or 2 ലൈനർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് യൂസ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസ് കേസ് അത് പക്ഷെ ഇതിനകത്ത് അധികം വരാറില്ല, BRDക്കകത്ത് അങ്ങനെ അധികം വരാറില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊപ്പോസ്ഡ് പ്രോസസ്സിൽ വരുന്നത്. പിന്നെ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആ ഒരു ഫീച്ചർ കൊണ്ട് എന്തൊക്കെ ചേഞ്ച്, എന്താണ് ഞാൻ അറ്റൈൻ, ആ ഒരു ഫീച്ചർ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ആ ഒരു ഡീറ്റെയിൽസ് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആയിട്ട് എഴുതണം. പിന്നെ പ്രയോറിറ്റി
പ്രയോറിറ്റി നമ്മൾക്ക് ഇതുപോലെ ഇന്ന ചേഞ്ച് ഇത് ഇമ്മീഡിയറ്റ് ആണ്, ഇതിപ്പോ ക്രിട്ടിക്കൽ ആണ്. ആസ് എ പ്രോജക്ട് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കും, ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് ഇമ്മീഡിയറ്റ്, സോറി, ഇമ്മീഡിയറ്റ് ലൈക്ക് ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ അപ്പോൺ ദിസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും കുറച്ച് സ്റ്റേറ്റസസ്. പിന്നെ ഹൈ അഗൈൻ, ഇത് വെരി ക്രിട്ടിക്കൽ അല്ല, ബട്ട് എനിക്ക് ഇത് ആസ് ലൈക്ക് ASAP ഇത് വേണം, എത്രയും പെട്ടെന്ന് എനിക്കിത് വേണം എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ, ആ റിക്വയർമെന്റ് എന്താണെന്നും കൂടെ അതിവിടെ മെൻഷൻ ചെയ്ത്. പിന്നെ അപ്പൊ ശരിക്കും ഒരു BRDക്ക് അകത്ത് പല യൂസർ സ്റ്റോറീസും വരും. ആ യൂസർ സ്റ്റോറീസ് ആണ് കൈൻഡ് ഓഫ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു നമുക്ക് ക്ലയൻസിനോട് തന്നെ ചോദിച്ചു വെച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ മേജർ പോയിന്റ്സ് എന്ന് ചോദിച്ചു വെച്ച് അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ സ്റ്റേറ്റസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ പ്രയോറിറ്റി സെക്ഷൻ വരുന്നത്. പിന്നെ പിന്നെ ഈ ഓരോ യൂസർ സ്റ്റോറീസിനും ഓരോ ഐഡിയും റിക്വയർമെന്റും പ്രയോറിറ്റി റേസ്ഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സെക്ഷൻ കൊടുക്കും, കാറ്റഗറി. പിന്നെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഇത് വേറൊരു, ഐ മീൻ ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് ടീം ആയിരിക്കും നോക്കുന്നത്. അപ്പം അവരുടെ അങ്ങനത്തെ ഒരു എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ എന്റെ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഏബിൾ ടു ലോഗിൻ, ഐ ഷുഡ് ബി ഏബിൾ ടു ഡു എ ചെക്ക് ഔട്ട് വിതിൻ ദിസ് ടൈം. അപ്പം റെസ്പോൺസ് ടൈം ഉണ്ട് ഓരോ സ്ക്രീനിനും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് ഫീച്ചേഴ്സ് അവർ ക്ലയന്റ് പറയുവാണെങ്കിൽ മാത്രം നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ യൂഷ്വലി ഇറ്റ് ഗോസ് വിതൗട്ട് ദാറ്റ്. പിന്നെ യൂഷ്വലി ഇതൊരു നോൺ ഫങ്ഷണൽ ടീമിന്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പം ആ പെർഫോമൻസ് വാലിഡേഷൻ ടീമിന്റെ അടുത്താണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് റിക്വയർമെന്റ്സ് പോകുന്നത്. ഒരു ബിസിനസ് അനലിസ്റ്റ് വിൽ ഹാവ് ടു ഗോ ത്രൂ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് validation. So this might come under a business analyst to look into. But he should know, like basically a non-functional requirements, it can be like security testing. It can be like ഒരു നെറ്റ്വർക്ക് ഞാൻ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ദി ആപ്ലിക്കേഷൻ വിൽ ബിഹേവ്. ഇന്ററപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ ഇടയ്ക്ക് വരുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, വിൽ ഇറ്റ് ക്രാഷ് സംതിങ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ വാലിഡേഷൻസ് ആണ് ഒരു വരുന്നത്. അതൊരു സെപ്പറേറ്റ് ടീം തന്നെ ആയിരിക്കും നോക്കുന്നത്. സെപ്പറേറ്റ് സ്കിൽ സെറ്റ് തന്നെയാണ് അതിനാവശ്യം. അപ്പം യൂഷ്വലി സൈബർ സെക്യൂരിറ്റി ഒക്കെ പോലെ ആയിരിക്കും അല്ലേ? സൈബർ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗിന്റെ അകത്ത് വരും അത്. പെർഫോമൻസ് ടെസ്റ്റിംഗ് അതൊരു ചെറിയൊരു ബ്രാഞ്ച് ആണ്, പക്ഷെ അത് ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് ടീം തന്നെയാണ് ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പൊ അത് ഈ പെർഫോമൻസ് ടെസ്റ്റിംഗിന്റെ അകത്ത് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞു വരാം, പക്ഷെ അത് മാത്രമായിട്ട് വരില്ല. ഐ മീൻ അതൊരു സെപ്പറേറ്റ് ഒരു വലിയൊരു ഒരു സെഗ്മെന്റ് ആണ് ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സിന്റെ അകത്ത്. അതൊരു മേജർ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു വലിയൊരു ഫങ്ഷനാലിറ്റി. അത് സോറി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അത് ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് ടീം തന്നെയായിരിക്കും ഒരു നോക്കുന്നത്. അവരുടെ കയ്യിലായിരിക്കും അവരുടെ, ഐ മീൻ ഒരു ഈ സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ത്രെട്ടും വൾനറബിലിറ്റീസും അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനെ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നോക്കുന്ന ഒരു ടീം. അവരുടെ കയ്യിൽ അവരുടെ BRD വേറെ ആയിട്ട് വരും. അങ്ങനെ വരാം. ഐ മീൻ ഒരു ബിസിനസ് അനലിസ്റ്റിന് ഏത് ടൈപ്പ് ഓഫ് റിക്വയർമെന്റ്സ് ആണെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാസ്പിംഗ് കേപ്പബിലിറ്റി വേണം. അപ്പം just go through the different non-functional functionalities that an application can like support. So just ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ കൂടുതലും എനിക്ക് തോന്നും അങ്ങനത്തെ ഒരു നോളജ് ബേസ് ഉള്ള ആൾക്കാരെ ഇങ്ങനെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സിന്റെ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. കാരണം അവരൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്. നോർമൽ നമുക്കൊക്കെ ഇച്ചിരി അതിന്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അവരുടെ ഒരു
അവരുടെ കോസ്റ്റും ഹൈ ആണ്. അങ്ങനത്തെയുള്ള ആൾക്കാരെ ഐ മീൻ സൈബർ സെക്യൂരിറ്റി ഉള്ള ആൾക്കാരെ അവരുടെ സർട്ടിഫിക്കേഷൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ ശരിക്കും വേറൊരു ടീം തന്നെ ഒരു ഹൈ ലെവൽ ഫങ്ഷണൽ ടീം തന്നെ അതിന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ഓർഗനൈസേഷനിലും. അപ്പം ദേ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. കൂടുതൽ നമുക്ക് അങ്ങനെ വരാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. പിന്നെ ഗ്ലോസറി എന്തെങ്കിലും നമ്മൾ ഷോർട്ട് ഫോംസോ ആക്രോണിംസോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അബ്രിവിയേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് അത് നമ്മൾ ഗ്ലോസറി. പിന്നെ റെഫറൻസസ് എന്തെങ്കിലും റെക്കോർഡിങ്ങോ നമ്മുടെ മീറ്റിംഗ് ആണെങ്കിലും മീറ്റിംഗിന്റെ റെക്കോർഡിങ്സ് ലിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ എന്തെങ്കിലും നമ്മുടെ ക്ലയൻസിന്റെ കയ്യിൽ തന്നെ ആണെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റെഫറൻസസ് ആയിട്ട് താഴെ ഇടാം. അതൊക്കെയാണ് അപ്പൻഡിക്സ്. ഇതാണ് ഒരു സാമ്പിൾ ടെംപ്ലേറ്റ്. അപ്പം ഐ ഹോപ്പ് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കാണും അല്ലേ? കുറച്ച് ക്ലാരിറ്റി ഇല്ലേ? നമുക്കൊരു ബിസിനസ് റിക്വയർമെന്റ് സൊല്യൂഷൻ ഇപ്പം പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് AI ടൂൾസ് വെച്ച് ഏറെക്കുറെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ChatGPT-യോടാണെങ്കിൽ ഒരു റിക്വയർമെന്റ് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ BRD ഫോർ ദിസ് സിനാരിയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ it will list out all the sections itself. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളും ഈ AI ടൂൾസ് ഒക്കെ അധികം യൂസ് ചെയ്ത് ഐ മീൻ സ്മാർട്ട് വേയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോ. കാരണം ഇപ്പം എല്ലാം AI ആണല്ലോ, നമ്മൾ മാത്രം പുറകിലിരിക്കണ്ട. പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ഒരു AI ടൂൾ വന്നിട്ടില്ല, അത് കുറച്ച് കൊള്ളാമെന്ന് തോന്നുന്നു. പെർപ്ലെക്സിറ്റി അത് നല്ല ടൂളാ. അത് ദാറ്റ്സ് യൂസിങ് മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ്. അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു. ഡയറക്ട്ലി ഡൗൺലോഡബിൾ ഡോക്യുമെന്റ്സ് നേരിട്ട് കിട്ടാൻ പെർപ്ലെക്സിറ്റിയിൽ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, എനിക്ക് കിട്ടിയില്ല. ഇപ്പം ChatGPT ഇപ്പം ഒരു സിനാരിയോ സിനാരിയോ നമ്മൾ ഇതിനോട് തന്നെ ചോദിച്ചു സിനാരിയോ കിട്ടുക, എന്നിട്ട് ആ സിനാരിയോക്ക് തന്നെ നമുക്ക് BRD ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അപ്പം ഫുള്ള് പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പം ജസ്റ്റ് നമ്മൾ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസും കുറച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും പ്ലസ് AI ടൂൾസ് വെച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് BRD ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം ഇവർ തന്നെ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് തരുന്നുണ്ട്, പ്ലസ് പ്രൊപ്പോസ്ഡ് സൊല്യൂഷനും തരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പം ബിസിനസിന്റെ ഏത് റിക്വയർമെന്റ് ആണെങ്കിലും അത് നമുക്ക് ഇതിന് ChatGPT-ക്ക് അത് ഇട്ട് കൊടുത്താൽ അത് അതിൻ്റെതായ രീതിയിൽ ഒരു പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ തരും. നമുക്കത് നമ്മുടെ ഐ മീൻ നമ്മുടെ സിനാരിയോക്ക് അനുസരിച്ച് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഐ ഹോപ്പ് ഇതിന് ഞാൻ ഇനി നോക്കണോ, ഫർദർ നോക്കണോ ഇനി ഇപ്പൊ ഇതിന്റെ BRD? വേണ്ട വേണ്ട. ഓക്കെ അല്ലേ? നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ ഇന്ന ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കുന്നു. ബേസിക്കലി അത് തന്നെയാണ് ഞാൻ താഴെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം പ്രൊജക്ട് ലൈക്ക് എക്സിക്യൂട്ടീവ് സമ്മറി എന്താണ് ആ പ്രൊജക്ട് ഓൾ അബൌട്ട്, ഞാൻ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് അറിയാവോ? ക്ലൈന്റ് അത് തന്നെ. ഐഡന്റിഫൈ കീ പീപ്പിൾ affected by the project. ശരിക്കും ക്ലൈന്റ്, അതെ,
ഈ നമ്മുടെ പ്രൊഡക്റ്റ് ഓണർ ആണ് നമ്മളോട് ഡയറക്ട്ലി സംസാരിക്കുന്നത്. പക്ഷെ പ്രൊഡക്റ്റ് ഓണറിന്റെ മേളില് ആക്ച്വലി മാനേജ്മെന്റ് ടീമാണ് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർ ആ കമ്പനിയിലെ കീ ആൾക്കാരായിരിക്കും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഓണർ കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് സെറ്റ് ചെയ്യുന്നതും, ഫൈനലൈസ് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടീമിനെ അപ്ഡേറ്റ് ചെയ്യുന്നതും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ അങ്ങനത്തെ മേജർ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അബിയാഡിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അല്ലേ, ഈ പോർഷൻ ഓക്കെ അല്ലേ? ഞാൻ അധികം ടൈം എടുക്കണ്ടല്ലോ. നമുക്ക് ഈ BRD ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രൊഡക്റ്റ് ഓണർ ആണെങ്കിലും ഇതൊക്കെ ബിസിനസ് ഓണർ, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് അവർ തന്നെ നമുക്ക് തരും. പിന്നെ നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. പിന്നെ എന്തേലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്തതാണെങ്കിൽ എന്നോടൊന്ന് പറയണം. ജസ്റ്റ് എന്തേലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കൺസ്ട്രെയിൻസ് ആൻഡ് അസംഷൻസ്, എന്തേലും ലിമിറ്റേഷൻസ് നമുക്ക് ഈ ഒരു ഫങ്ഷനാലിറ്റി വെച്ച് നമുക്ക് തോന്നുകയാണെങ്കിൽ അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ അത് മെൻഷൻ ചെയ്യും. ഇത് നമുക്ക് നമുക്ക് ചിലപ്പോൾ ഈ കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റിംഗ് കൂടെ ആവാം. കൺസ്ട്രെയിൻ നമുക്ക് ഇത്രയാണ് നമ്മുടെ ബഡ്ജറ്റ്, അപ്പം ഇത്രത്തിനുള്ളിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റും കൂടെ ഈ ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ അകത്ത് വരും, ബഡ്ജറ്റിംഗ്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഫീച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് വേണം. ക്ലയന്റ് ആണ് അതിന്റെ ഒരു ഹോളിസ്റ്റിക് വ്യൂ നമുക്ക് തരുന്നത്. സോ ദിസ് വിൽ ബി എ മീറ്റിംഗ് കൈൻഡ് ഓഫ് വെയർ ദ ക്ലയന്റ് വിൽ ബി ദെയർ, പ്ലസ് ദർ വിൽ ബി ദ ടെക്നിക്കൽ ഡെവലപ്മെന്റ് ടീം. സോ അവര് ബേസിക്കലി ഈ രണ്ട് ആൾക്കാരാണ് കൂടുതലും. പിന്നെ ഒരു ടെസ്റ്റിംഗ് ടീം കാണും. ടെസ്റ്റിംഗ് ടീം അതിന്റെ സ്കോപ്പ് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മിസ്മാച്ച് ഉണ്ടെന്ന് നിങ്ങൾ സംസാരിക്കുന്നതിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ പറ്റില്ല, ഔട്ട് ഓഫ് സ്കോപ്പ് ആണ് നമ്മുടെ എൻവയൺമെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ ടൂൾ സപ്പോർട്ടോ സ്കിൽ സെറ്റല്ല കൂടുതൽ വരുന്നത്, നമ്മുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫങ്ഷണാലിറ്റി ഫീച്ചേഴ്സ് സപ്പോർട്ട് അല്ല എന്നുള്ളൊരു എന്നുള്ളൊരു ഈ മാത്രമാണ് ഈ ടെസ്റ്റേഴ്സ് കൊടുക്കുന്നത്. ബാക്കി കൂടുതൽ ഈ ടെക്നിക്കൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഡിസൈനിങ് ഫേസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ ഇതുപോലെ ബോക്സ് സ്ക്രീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അവരുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, സിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ടൂൾസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവര് ബോക്സ് സ്ക്രീൻസ് ഇങ്ങനെ ആയിരിക്കും. ലൈക്ക് ഒരു യൂസർ മെനു കാണും, ഒരു യൂസർ ലോഗിൻ കാണും. ഇവിടുന്ന് നെക്സ്റ്റ് സ്ക്രീൻ ഇനി യൂസർ ലോഗിൻ ചെയ്ത് കഴിയുമ്പം യൂസർ പ്രൊഫൈൽസ് ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ മോക്കപ്പ് സ്ക്രീൻസ് ഇവര് ആ ടൈമിൽ ക്രിയേറ്റ് ചെയ്യും ഡിസൈനിങ് ഫേസിൽ, ഈ ഡെവലപ്പേഴ്സ്. നമ്മുടെ ഈ ബഡ്ജറ്റ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഈ ബിസിനസ് അനലിസ്റ്റുകളാണ് അതിൻ്റെ അകത്ത്, അതോ വേറെ മാനേജേഴ്സ് അങ്ങനെയാണോ? ബഡ്ജറ്റ് ശരിക്കും പ്രോജക്ട് മാനേജേഴ്സ് ആണ്. അപ്പം ശരിക്കും ഇത് നമ്മുടെ പ്രോജക്ട് മാനേജേഴ്സ് ആണ്. നമ്മുടെ പ്രോജക്റ്റ് അപ്പൊ നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് ഇപ്പൊ സൈൻ ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ഡോളേഴ്സും ചെയ്തു, അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാലോ? നമ്മളിപ്പോ ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് അല്ല, ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എസ്റ്റിമേഷൻ നടത്തും. എന്നുവെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ കമ്പനി തന്നെ നമ്മൾ എസ്റ്റിമേറ്റിനെക്കാട്ടിലും ഇന്നതാണ് എസ്റ്റിമേറ്റ് എങ്കിൽ പ്ലസ് ഒരു $10 ഒരു $15 കൂട്ടിയിട്ടേ പറയത്തുള്ളൂ. കാരണം അത് പിന്നീട് ഒരു ക്ലാഷ് ആവാതിരിക്കാനും, ഐ മീൻ ഒരു സേഫർ സൈഡിന് അതൊരു എസ്റ്റിമേഷൻ. ഇപ്പം എമർജൻസി പെട്ടെന്ന് കുറച്ച് റിസോഴ്സസ് പോയി, അവർക്ക് പെട്ടെന്ന് റിസോഴ്സസിനെ ഹയർ ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോ മനസ്സിൽ കണ്ടു വെച്ചിട്ട് അവര് പ്ലസ് ഒരു കുറച്ച് എമൗണ്ട് പ്ലസ് ചെയ്തിട്ടേ അവര് ഫുൾ എസ്റ്റിമേഷൻ റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ.
അങ്ങനെ. അപ്പൊ എന്തായാലും ഒരു പ്രോജക്ട് മാനേജർ വേണം. ബിസിനസ് അനലിസ്റ്റിന്റെ റോൾ അധികം ഉണ്ടോ എന്ന് എനിക്ക് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇനി കുറച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ എന്റെ അറിവിലില്ല. പ്രോജക്ട് മാനേജേഴ്സ് ആണ്. ക്ലയന്റിന്റെ ഇപ്പൊ സൈഡിൽ നമ്മുടെ ഒരു ഇപ്പൊ പ്രോജക്ട് ഇതിനകത്ത് മാനേജർ ഈ കാണും. സ്ക്രം മാസ്റ്റർ അജൈൽ അങ്ങനെ ആ ഒരു റോൾ ഉണ്ടല്ലോ ഇപ്പൊ. സ്ക്രം മാസ്റ്റേഴ്സ് അപ്പൊ അവരാണോ അപ്പൊ ഇത് ഈ നമ്മുടെ ഈ ഇത് ലീഡ് ചെയ്യുന്ന, അതായത് ടീം സ്ക്രം ലീഡ് പോലെ? അജൈൽ ടീമിനെ ലീഡ് ചെയ്യുന്നത് സ്ക്രം മാസ്റ്റേഴ്സ് ആണ്. ആ. But budgeting is altogether a different area where managers are actively involved. So, ഒരു ആ client മാനേജർ side എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മാനേജർ കാണും. നമ്മുടെ ഒരു ഡെവലപ്പർ തന്നെ ആയിരിക്കും, അതോ വേറെ അതല്ലാത്തൊരു മാനേജർ ആയിരിക്കും? ഒന്നുകൂടെ ചോദിക്കാമോ ജോബി? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരു ഡെവലപ്പർ തന്നെ ആയിരിക്കും ആ മാനേജറായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അതോ വേറെ അതല്ലാത്ത അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ടീമിന്റെ ഒരാളാവാം ഈ ഒരു മാനേജർ നമ്മുടെ കമ്പനി സൈഡിൽ നിന്ന് ആവാം. മേ ഓർ മേ നോട്ട്. കൂടുതൽ ഡെവലപ്പർ ആണ്. പിന്നെ ക്ലയന്റ് സൈഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള വേറെ ഡിപ്പാർട്ട്മെന്റുള്ള ആളുകളാണോ ഞാൻ ചോദിച്ചത്? അതായത് ഇല്ല ഡെവലപ്പിംഗ് സൈഡ് ആണോ അതോ? ഇല്ല. ഇറ്റ് വിൽ ബി മാനേജ്ഡ് വിത്തിൻ ദാറ്റ് സ്ക്രം ടീം. ആ ടീമിനുള്ളിലുള്ള ആരെങ്കിലും ഒരാള് ക്ലയന്റ് സൈഡിൽ നിന്ന് കാണും, ഒരാള് നമ്മുടെ കമ്പനിയിൽ നിന്ന് കാണും. അങ്ങനെ. ഓക്കെ. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ റിമൈനിങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഇല്ല മാം. ഓക്കെ സുഖി. ഓക്കെ ജോബി, ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട്. ഓക്കെ ബൈ.